എൻ്റെ പേര് ഡോക്ടർ ടോണി ലൂക്ക് ബേബി. ഞാൻ തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ആൻഡ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് പൾമനോളജി ആൻഡ് സ്ലീപ്പ് മെഡിസിനിൽ. അലർജി വലിയ പ്രശ്നമാണ്. കാരണം അത് ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന അലർജി ആണെങ്കിൽ അത് ലൈഫ് ടൈം മൊത്തം ബാധിക്കുന്ന രീതിയിലേക്ക് അസുഖങ്ങളിലേക്ക് മാറാനുള്ള സാധ്യത വരും. ചെറുപ്പത്തിലേ അത് മാറ്റിക്കഴിഞ്ഞാൽ അത് യൂഷ്വലി ലൈഫ് ടൈം പ്രോഗ്രഷനിലേക്ക് പോകത്തുമില്ല. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഏർലി ഐഡൻറ്റിഫിക്കേഷൻ വേണം. അത് നേരത്തെ കണ്ടുപിടിച്ച്, അതായത് നമുക്ക് ജലദോഷം, പനി, അങ്ങനത്തെ കാര്യങ്ങൾ റിപ്പീറ്റഡ്ലി വരുമ്പോൾ നമ്മളത് ജസ്റ്റ് ആ ലക്ഷണങ്ങളെ ട്രീറ്റ് ചെയ്യാതെ അതിൻ്റെ കാരണമായ ഉള്ള അലർജി ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ അസുഖങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റുകയും ചെയ്യാം. പ്ലസ് ലോങ് ടേം സൈഡ് എഫക്ട്സിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകുന്നില്ല. അപ്പോൾ ഇത് തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ? അതെ. ഇപ്പം പലപ്പോഴും മേ ബി നമുക്ക് ചൈൽഡ്ഹുഡിൽ അത്രയും സിംറ്റംസ് കാണത്തില്ലായിരിക്കാം. അഡൽട്ട്ഹുഡിലായിരിക്കും നമുക്ക് അതിൻ്റെ മെയിൻ ചിലപ്പോൾ ന്യൂ സിംറ്റംസ് തിരിച്ചു വരുന്നതും. അല്ലെങ്കിൽ മേ ബി ഒരു പുതിയൊരു ഫുഡ് കഴിക്കുന്നു, നമ്മളിപ്പോൾ ഒരു കോസ്റ്റൽ റീജിയനിൽ പോയി നമ്മൾ പ്രോൺസ് കഴിക്കുന്നു, അലർജി വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അപ്പോൾ അതുവരെ നമുക്ക് അത്രയും അലർജി ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതൊരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കണക്കൂട്ടണം. പ്രോൺസ് അലർജി വന്നു, സോ മേ ബി അത് അലർജീസും കാണും. അപ്പോൾ അതിനനുസരിച്ച് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഇപ്പം അലർജി ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ അത് പല ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഉണ്ട്. ഞാൻ അവിടെ യൂഷ്വലി ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും സിമ്പിൾ ടെസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും സിമ്പിൾ ജസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റിംഗ് ആണ്. അത് അബ്സല്യൂട്ട് ഇസ്നോഫിൽ കൗണ്ട്, പിന്നെ IgE എന്ന് പറയുന്ന ഓവറോൾ ബോഡിയുടെ അലർജി ലെവൽസ് അറിയാനായിട്ടും. ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റിങ്ങിൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ യൂഷ്വലി അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇസ്നോഫിൽ കൗണ്ട് ഹൈ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇസ്നോഫീലിയ എന്ന് പറഞ്ഞ അസുഖമാണ് നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യുന്നതും. അതിൻ്റെ കാര്യം ക്ലിയർ ചെയ്യുമ്പോൾ പിന്നെ ജനറൽ അലർജി കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് നമ്മൾ പിന്നെ നോക്കുന്നത്. ഇനിയും IgE ലെവൽ ആസ് സച്ച് ഹൈ ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി വളരെ ഹൈ ആണെങ്കിൽ നമ്മൾ യൂഷ്വലി അലർജി ടെസ്റ്റിംഗ് എന്ന് ഒരു സബ് കാറ്റഗറിയിലേക്ക് പോയിട്ട് അലർജി സ്കിൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അലർജി ഉണ്ടാക്കുന്ന കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു ഡസ്റ്റ് അലർജി അല്ലെങ്കിൽ ഒരു നമ്മുടെ ബെഡിലെ ചെള്ള് അല്ലെങ്കിൽ മൂട്ട അങ്ങനത്തെ പ്രാണികൾ കടിക്കുന്ന അലർജി ആണെങ്കിൽ, ഇപ്പം നമ്മുടെ വീട്ടിലെ പെറ്റ്സ്, പട്ടി, പൂച്ച, പ്രാവുകൾ, അതിൻ്റെ അലർജി. ഇപ്പോൾ ഇപ്പം ഈ പൂപ്പൽ, ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോഴത്തെ ഈ സീസൺ എന്ന് പറഞ്ഞാൽ മഴയുടെ സീസണിൽ ഫംഗസ് ആണ് യൂഷ്വലി അലർജി സ്റ്റിമുലൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് യൂഷ്വലി നമുക്ക് തോന്നുന്നത് സെയിം നമ്മൾ നിൽക്കുന്ന അതേ വീട്ടിലായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര തുമ്മലായിരിക്കും മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ. ആ തുമ്മൽ കണ്ടിന്യൂസ് വരുമ്പോൾ ഇറ്റ്സ് ഒബ്വിയസ് ദാറ്റ് അവിടെ തന്നെ ഒരു അലർജി കൂടിയിട്ടുണ്ട്. അപ്പം ആ സെയിം വീട് ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ ഫംഗസിന് തപ്പണം. അതായത് യൂഷ്വലി ഭിത്തിയിൽ നനവ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ചെറിയ ബ്ലാക്ക് ഡോട്ട്സ് കാണും, കുത്തുകൾ പോലെ കാണും. അത് ഫംഗസ് ആണെന്ന് നമ്മൾ യൂഷ്വലി ക്ലോറിൻ അല്ലെ ഫിനോൾ വെച്ചാണ് ക്ലീൻ ചെയ്യേണ്ടത്. അത് നമ്മൾ പിന്നെയും റിപ്പീറ്റഡ്ലി വരുവാണെങ്കിൽ അതിനകത്ത് എവിടെ ഒരു ചോർച്ച അല്ലെങ്കിൽ ലീക്കേജിൻ്റെ കുഴപ്പമുണ്ട്. അത് കറക്റ്റ് ചെയ്യുമ്പോൾ പിന്നെ പ്രശ്നങ്ങൾ തിരിച്ചു വരുന്നില്ല. അപ്പം അങ്ങനെ അതിൻ്റെ കാരണം കണ്ടുപിടിച്ചാണ് നമുക്ക്, അതായത് അല്ലെങ്കിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്തില്ലെന്ന് വെച്ചോ, ലൈഫ് ടൈം മൊത്തം അതിൻ്റെ അലർജി മെഡിസിൻസ് കഴിക്കേണ്ടി വരും. ആ കാരണം കണ്ടുപിടിച്ചത് മാറ്റാമെന്നുണ്ടെങ്കിൽ മരുന്ന് കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ അലർജി ടെസ്റ്റിംഗ് ഡിപ്പെൻഡിങ് ഓൺ ദി ഫ്രീക്വൻസി ഓഫ് സിംറ്റംസ്, അത് എത്ര നമുക്ക് ആവർത്തിച്ച് വരുന്നു. ഇപ്പോൾ നമുക്ക് റെയർ ആയിട്ട് ഒരു സിംറ്റം വരുന്നു, ഒരു 6 മാസത്തിൽ ഒരു നമ്മുടെ ജലദോഷം പനിയാണെങ്കിൽ അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ അലർജി ലെവൽ ഭയങ്കര ഹൈ ആണെങ്കിലും നമുക്ക് സിംറ്റംസ് കണ്ടിന്യൂസ് വന്നാലും ദെൻ ഡെഫിനറ്റ്ലി നമ്മൾ നെക്സ്റ്റ് ടെസ്റ്റിംഗ് ലെവലിലേക്ക് പോകണം. ഇപ്പം ഏറ്റവും യൂഷ്വലി സ്റ്റാർട്ടിങ് സ്റ്റേജ്, അതായത് ഇറ്റ് ഡിപ്പെൻസ്, ഇപ്പോൾ ഓരോ ബോഡി റിയാക്ട് ചെയ്യുന്ന രീതി അനുസരിച്ചാണ്. ഇപ്പോൾ നമുക്ക് ഫുഡ് അലർജി ആയിട്ട് ഫസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം കഴിക്കുമ്പോൾ നമുക്കൊരു ഇച്ചിങ് സെൻസേഷൻ ബോഡിയിൽ ഫീൽ ചെയ്യും. ചിലപ്പോൾ നമുക്ക് ശ്വാസം അടയുന്ന പോലെയും ശ്വാസം കിട്ടാതെ പോലെ ഫീൽ ചെയ്യും. ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഒരു റാഷസ് അങ്ങനത്തെ ഡിസ്റ്റർബൻസ് അല്ല സ്വെല്ലിങ്ങും വരാം ഫുൾ ബോഡിയിൽ. ഇനി ഫുഡ് അല്ലാതെ ഇപ്പം ജനറലി ലേറ്റസ്റ്റ് ഒരു ഡസ്റ്റ് ആണെന്ന് വെച്ചോ, നമ്മൾ അടിച്ച് വരലല്ലേ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് തുമ്മൽ വരും. ആ തുമ്മൽ വരുന്നത് ഓക്കെ നമ്മൾ ഡസ്റ്റ് സെൻസിറ്റീവ് ആണെന്ന് കാണിക്കുന്നു. പക്ഷേ അത് തുടർച്ചയായിട്ട് ആ മൂക്കടപ്പായി, മൂക്ക് ബ്ലോക്കായി, ജലദോഷം വന്നു, പനിയായി മാറുക, കഫക്കെട്ടായി മാറുക, ആസ്മയായി മാറുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ബോഡിനെ കൂടുതൽ ബാധിക്കുന്നുണ്ടെന്ന് കാണിക്കുന്നു. അപ്പോൾ അത് നമ്മൾ ആസ്മയും ട്രീറ്റ് ചെയ്യണം, അലർജിയും ട്രീറ്റ് ചെയ്യണം. ഈ ഔട്ട്സൈഡ് എൻവറോൺമെൻറ്റ്, അതായത് നമ്മുടെ ബോഡീൻ്റെ ഔട്ട്സൈഡിൽ നിന്ന് എക്സ്പോസ് ചെയ്യുന്ന, അതായത് അലർജി ഉണ്ടാവുമെന്ന് വെച്ചാൽ നമ്മൾ ഹിസ്റ്റമിൻ റിയാക്ഷൻ എന്ന് പറയും. അത് നമ്മുടെ ബോഡിക്ക് അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യം ബോഡിയുടെ അകത്ത് കയറുമ്പോൾ ബോഡി റിയാക്ട് ചെയ്യുന്ന ഈ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യും. ആ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്ന നമ്മുടെ അത് ബോഡീനെ സേവ് ചെയ്യാൻ വേണ്ടി ബോഡി ചെയ്യുന്ന കാര്യമാണ്. കാരണം അത് ഈ പറഞ്ഞ ഫോറിൻ ബോഡീനെ
എൻഗൾഫ് ചെയ്ത് ക്ലോസ് ഡൗൺ ചെയ്യണം, അതിന് ഹിസ്റ്റമിൻ്റെ പർപ്പസ്. പക്ഷേ ഓവർ റിയാക്ഷനിലേക്ക് പോകും. അപ്പോൾ ഓവർ റിയാക്ഷൻ പോകുമ്പോൾ നമ്മൾ ഫുൾ ബോഡി അലർജി സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും. സോ ആ ഹിസ്റ്റമിൻ എന്തൊക്കെ സാധനങ്ങൾ സ്റ്റിമുലേറ്റ്, ഫോർ എക്സാമ്പിൾ പൊല്യൂഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാം. ഔട്ട്സൈഡ് ഇപ്പോൾ ഹോട്ടൽ ഫുഡുകൾ, ചില ഫുഡുകൾക്ക് ഈ അജിനോമോട്ടോ അങ്ങനത്തെ ഐറ്റംസ് ചേർക്കുമ്പോൾ അതായത് നമ്മൾ ഹോട്ടൽ ഫുഡ് കഴിച്ചു, ചിക്കൻ അലർജിയാന്ന് വിചാരിക്കും, പക്ഷേ ആക്ച്വലി അജിനോമോട്ടോ അലർജിയാണ്, ചിക്കന് കുഴപ്പമില്ല. അപ്പോൾ അത് തമ്മിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ അലർജി നാരോ ഡൗൺ ചെയ്ത് വരുന്നത്. 100% ഉണ്ട്. എന്തൊക്കെയാണ്? അപ്പോൾ അത് എഗെയിൻ ഡിപ്പെൻഡിങ് ഓൺ ദ ടൈം ഓഫ് പ്രസൻറ്റേഷൻ. ഇപ്പോൾ പേഷ്യൻ്റ് വരുന്ന സമയത്ത് സിവിയർ ഒരു അലർജി കൂടിയിട്ടൊരു ഭയങ്കര ആസ്മ അറ്റാക്കിലാണെങ്കിൽ നമുക്ക് അന്നേരം ഹയസ്റ്റ് മെഡിസിൻസ്, അതായത് സ്റ്റെറോയിഡ് കൊടുക്കണം, ആൻറ്റി ഹിസ്റ്റമിൻസ് കൊടുക്കണം, ബ്രോങ്കോഡയലേറ്റേഴ്സ് കൊടുക്കണം. അത് വരുന്നത് കൊടുത്ത് അത് റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്ത് നോർമലാക്കിയിട്ട് പിന്നെ മുമ്പിലേക്ക് ഒരു 1 or 2 months കഴിയുമ്പോൾ ഗ്രാജുവലി മരുന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ അലർജിക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കും എവിടെയാണ് പ്രോബ്ലം കിടക്കുന്നത്. പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു മീഡിയം ലെവൽ, ഓക്കെ ഇടയ്ക്കിടയ്ക്ക് സിംറ്റംസ് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ ആൻറ്റി ഹിസ്റ്റമിൻ യൂഷ്വലി ഒരു കോഴ്സായിട്ട് കൊടുക്കും. അപ്പം നമുക്ക് അലർജി ടെസ്റ്റിംഗ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് അവോയ്ഡും കൂടെ ചെയ്യാം. അതിൻ്റെ കൂടെ ആ കാരണങ്ങൾ. അല്ല, അത് നമ്മൾ തന്നെ സെൻസിറ്റീവ് ആയിരിക്കണം. നമ്മുടെ പ്രശ്നം ഉണ്ടാക്കുന്ന എന്താണെന്ന്. അതായത് നമ്മൾ ഒരേ ഫാമിലി ആയിരിക്കും, ഒരേ ഫുഡ് കഴിക്കുന്നതിന് ഒരാൾക്കായിരിക്കും റിയാക്ഷൻ വരുന്നത് അതിനകത്ത്. അപ്പം അങ്ങനെ ആകുമ്പോൾ ആ ഫുഡ് ഐറ്റം നമ്മൾ ഫോക്കസ് ചെയ്ത് അത് കൺഫേം ആക്കണം, ആ അലർജി കാരണമാണോ എന്നും. ജനറലി നമ്മൾ ഈ ക്ലൈമറ്റ് വൈസ് പറയുമ്പോൾ കോൾഡ് ക്ലൈമറ്റ്, റെയിനി സീസണാണ് ഈ ഫംഗസും അങ്ങനത്തെ ഇഷ്യൂസും കൂടുന്നത്. ഹോട്ട് ക്ലൈമറ്റിലാണ് ഡസ്റ്റ് അലർജീസ് വരുന്നത്. അപ്പം ഇപ്പോൾ നമ്മൾ ഒരു ബൈക്ക് ട്രാവൽ ചെയ്യുന്ന ആളാണെങ്കിൽ, ഡ്രൈ ക്ലൈമറ്റ് ആണെങ്കിൽ മിനിമം ഒരു മാസ്ക് ഇടണം ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ. ഇനി നമ്മൾ വണ്ടിയുടെ AC യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ AC നമ്മൾ യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യുമ്പോൾ തുമ്മൽ വരുന്നു, AC-യുടെ ഉള്ളിൽ AC-യുടെ ആ ഏരിയ ക്ലീൻ ചെയ്യിപ്പിക്കണം മെക്കാനിക്കിനെ കൊണ്ട്, കാരണം അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഫംഗസ് കാണും. അപ്പോൾ അങ്ങനെ എവിടെ വെച്ചാൽ സിംറ്റംസ് വരുന്നു അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്, അത് ഐഡൻറ്റിഫൈ ചെയ്യണം. അല്ല, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഏർലി പ്രഗ്നൻസി ടൈമിൽ ഭയങ്കര അലർജിക്ക് ഒരു ലേഡി ആണെങ്കിൽ അലർജി കൂടുന്നതുകൊണ്ട് തന്നെ ഇവൻ നമുക്ക് സിവിയർ സ്നീസിങ്ങോ ചുമ വന്നാൽ അബോർഷൻ ആവാനുള്ള സാധ്യത വരും. അപ്പോൾ ആ റിസ്ക് തന്നെ ഹൈ. പിന്നെ ലെറ്റസേ ഒരു IVF അല്ല അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടൊരാളാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ലക്ഷണം വന്നാൽ ആ കുഞ്ഞിനെ ലൂസ് ആക്കാൻ പറ്റില്ല, കാരണം അത് പ്രഷ്യസ് പ്രഗ്നൻസിയാണ്. അപ്പോൾ അതും പ്ലസ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കുറേ ചെയ്തിട്ടായിരിക്കും പ്രഗ്നൻ്റ് ആവുന്നത് തന്നെ. പിന്നെ അലർജി കൂടിയാലും ചിലപ്പോൾ പ്രഗ്നൻസിക്ക് ഇഷ്യൂസും വരും, പ്രഗ്നൻസി ഉണ്ടാകില്ല. അപ്പം ആ രീതിയിൽ നമ്മൾ യൂഷ്വലി ഇങ്ങനത്തെ ഒരു പ്രഗ്നൻസി ഇഷ്യൂസ് വരുമ്പോൾ അലർജി കൊണ്ട് നമ്മൾ ട്രാക്ക് ഡൗൺ ചെയ്യണം. പക്ഷേ യൂഷ്വലി നമ്മൾ അലർജി ഉണ്ടെങ്കിൽ ആസ്മയിലേക്ക് കയറും, അതാണ് അതിൻ്റെ പ്രോബ്ലം. അപ്പോൾ ആസ്മയിൽ കയറുമ്പോൾ ശ്വാസം അടയുമ്പോൾ ഓക്സിജൻ കുറവ് വരും കുഞ്ഞിന് കിട്ടുന്നത്. സോ ആസ്മ അറ്റാക്ക് വരുന്ന പ്രഗ്നന്റ് ലേഡിക്ക് കുഞ്ഞിനെ ആയിരിക്കും ആദ്യം ബാധിക്കുന്നത്, അമ്മേനെ ബാധിക്കുന്നതിന് മുമ്പ്. അതുകൊണ്ടാണ് നമ്മൾ പ്രഗ്നൻസിയിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ആസ്മ അലർജി കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നത്. അല്ല, സെയിം ആസ് അഡൽട്സ്. പക്ഷേ പിള്ളേർക്ക് വരുന്ന യൂഷ്വലി അവർക്ക് തൊണ്ടയിലെ ടോൺസിൽസും എൻലാർജ് ആവും, ആഡിനോയിഡ്സും ചിലപ്പോൾ എൻലാർജ് ആവും, കാരണം അവിടെയാണ് നമ്മുടെ ഈ അലർജി ഫോക്കസ് വരുന്നത്. അപ്പോൾ അത് പിന്നെ അവർക്ക് അത് വലുതാവും തോറും ചിലപ്പോൾ അവരുടെ മൂക്ക് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അവർക്ക് കൂർക്കമ്പലിയുടെ പ്രശ്നം തുടങ്ങും പിള്ളേർക്ക്. അത് തുടങ്ങിക്കഴിയുമ്പോൾ ഇപ്പോൾ ഇവൻ ഫുഡിൻ്റെ ആപ്പിറ്റൈറ്റ് കുറയും, ഭക്ഷണം കഴിക്കുകയല്ല, ക്ഷീണിച്ച് പോകും. അപ്പോൾ ആ കൂർക്കമ്പലിയുടെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ പല്ലിൻ്റെ കംപ്ലീറ്റ് ഷേപ്പും ജോയിൻ്റ് ഷേപ്പും മാറിപ്പോകും. അപ്പോൾ അവർ ഇത് എത്ര നേരത്തെ കറക്റ്റ് ചെയ്തോ ആ പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല. കറക്റ്റ് ചെയ്തെങ്കിൽ ജോ ഡിഫോമിറ്റി ആയി കഴിയുമ്പോൾ പിന്നെ വലുതാവും തോറും ബ്രേസസിൻ്റെയും പല്ലിൻ്റെ അങ്ങനത്തെ കോസ്റ്റ്ലി വർക്ക് ചെയ്യേണ്ടി വരും അത് കറക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അലർജി സംബന്ധമായ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രി പോവുക, ഡോക്ടറെ കാണുന്ന കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഈ ബേസിക് ടെസ്റ്റ് IG ലെവൽ, ഇസ്നോഫിൽ കൗണ്ട്, ഈ രണ്ട് കാര്യം ഏതെങ്കിലും ലെവൽ ചെയ്താൽ നമ്മൾ അറിയാം നമുക്ക് ഉണ്ടോ ഇല്ലെന്ന് ഈ പ്രശ്നം. ഓക്കെ.